എവിടെ ഈ ചെറുക്കൻ ക്യാമറ കൊണ്ടുവച്ചേ? കാണാൻ പറ്റുന്നില്ല. ഇവിടെ എങ്ങാണ്ടാണ്, പോയി നോക്കാം. എവിടെയാണ്? ഇവിടെ നിന്നാണല്ലോ വിളി കേട്ടേ. ആ അതാ അവിടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്നും മതിയോ? ഓക്കെ, അപ്പം വാട്സപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്, ഇറ്റ്സ് യുവർ ഫേവറേറ്റ് ആൻഡ് ദേവാസുരത്തിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. സോ എല്ലാവരും ഇൻട്രോ കണ്ടിട്ട് വരി. ഓക്കെ, അപ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോൻ്റെ തമ്മിലിൽ കുറേ ആൾക്കാർ ഹെയ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ബേസിൻ്റെ പറ്റി. ആ ബേസ് അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ബേസ് പറ്റിച്ചതൊന്നുമല്ല, റെക്കോർഡിൻ്റെ ക്ലിപ്പ് മിസ്സായിപ്പോയി. ഓൾസോ അപ്പോൾ നമ്മളെ ബേസിൻ്റെ ടൂറും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡ്. പിന്നെ സ്പോണത്തെ കുറച്ച് കാര്യങ്ങളും കാണിച്ചു തരും. നെക്സ്റ്റ് എപ്പിസോഡിൽ മിക്കവാറും നമ്മളൊരു സ്റ്റോൺ ഫാം ആയിരിക്കും പണിയാൻ പോകുന്നത്. അപ്പം ആൻഡ് ഇത് ആണ് നമ്മുടെ ബേസ്. അപ്പം നമ്മളൊന്ന് ഫ്രീ ക്യാം ഇട്ടിട്ട് ചുറ്റി കാണിച്ചു തരാം. ലാഗ് ഉണ്ടാവുമോ അറിയില്ല. ഓക്കെ, ചെറിയൊരു ലാഗ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓവറോൾ ബേസ്. കംപ്ലീറ്റ് പണി കഴിഞ്ഞില്ല. ഇവിടെ ബാക്കിൽ കുറച്ച് സംഗതി ചെയ്യാണ്ട്. ഓൾസോ മുകളിൽ ഈ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന അവിടെ ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ ഇൻറ്റീരിയർ കാണിച്ചു തരാം. കോംപ്ലിക്കേറ്റഡ് ഡിസൈനൊന്നുമില്ല, സിമ്പിൾ സാധനം. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോറ് ലോഗ് വെച്ചിട്ട്. ആൻഡ് ഇതാണ് നമ്മുടെ കിച്ചൺ, ഇത് നമ്മുടെ സ്റ്റോറേജ്. ആൻഡ് ബാക്കിലോട്ട് നമ്മളൊരു ഐറ്റം സോർട്ടർ വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഐറ്റം സോർട്ടർ സെറ്റാക്കണം. ഇതിന് മുമ്പ് ഇവിടെ ചെസ്റ്റ് കംപ്ലീറ്റ് ഫില്ലാക്കണം. ഓക്കെ, ആൻഡ് ഇനി ഇവിടേക്കല്ല മുകളിലാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ഓക്കെ, ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രണ്ടാൾക്കാർ ഉറങ്ങണം. ഇപ്പോൾ ഉറങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. 4 ആൾക്കാർ ഇപ്പോൾ കളിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആയിരിക്കും നമ്മൾ എൻചാൻറ്റിങ് സ്റ്റേഷൻ സെറ്റാക്കണം എന്നുണ്ട്. പിന്നെ ഇവിടെ വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം. എൻചാൻറ്റിങ് സ്റ്റേഷൻ വേറെ ബിൽഡാക്കി ചെയ്യാം. ഓക്കെ, ആൻഡ് ഇനി താഴോട്ടാണ് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ താഴത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വഴി സെറ്റാക്കണം. ആൻഡ് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള മൈനിങ് ഏരിയ, ഈ റിവീൻ്റെ അപ്പുറത്തുള്ള കേവ്. ആൻഡ് ഇത് ഒട്ടും സേഫല്ല. ഓൾസോ ഇവിടെ നമുക്ക് കുറേ ബിൽഡ് കൊണ്ടുവരണം. അത് ഞാനൊന്ന് രാവിലെ ആക്കട്ടെ, പോയി കിടന്നിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ സ്ലാഷ് ഹോം എടുക്കുമ്പോൾ വരും. അപ്പോൾ ഇവിടെ ഒരു ബിൽഡ് ചെയ്യണം. ആൻഡ് ഞാൻ പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇവിടെ ഒരു ബ്രിഡ്ജ് വരും. ഇതൊരു ടെമ്പററി ബ്രിഡ്ജാണ്. നമ്മൾ ഡിസൈൻ കിട്ടിയിട്ട് നമ്മൾ ചെയ്യും. മിക്കവാറും അടുത്ത ബിൽഡ് ഇതായിരിക്കും. ആൻഡ് കുറേ പ്ലാൻ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓൾസോ ഇവിടെ ഒരു ബ്രിഡ്ജ് അങ്ങോട്ട് വെക്കണം. ഐലൻഡ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്. ആൻഡ് ഇവിടെ ഒരു പോണ്ട് വരും. ഈ പോണ്ട് ഓൾറെഡി ഉള്ളതാണ്, നാച്ചുറലായിട്ട് സ്പോണായപ്പോൾ ഉള്ളതാണ്. ആൻഡ് നമുക്ക് അങ്ങോട്ടൊരു ആ ഭാഗത്തോട്ടൊരു ഡോക്ക് സെറ്റ് ചെയ്യണം. നമ്മളെ ബോട്ടിൻ്റെ ഫിഷിങ്ങിൻ്റെ നമ്മളെ ഡ്രോപ്പിൻ്റെ വീട്ടിലോട്ടും സ്നൈപ്പറിൻ്റെ വീട്ടിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കിടിലൻ ഡോക്ക് സെറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ അത് സ്പോണത്തെ തന്നെ കാട്ടി നല്ല രസമാക്കി ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇത് ഇവിടെ ഈ ഐലൻഡിലും കാര്യം നമ്മൾ ഫാമും കാര്യം സെറ്റാക്കില്ല. കാരണം ലാഗ് ഉണ്ടാകുന്നതുകൊണ്ട് ആ ഐലൻഡായിരിക്കും നമ്മളെ ഫാം ഐലൻഡ്. സോ ഫാം ഉണ്ടാക്കുമെന്ന് അറിയില്ല. മിക്കവാറും നമ്മൾ സ്നൈപ്പറിൻ്റെ വീട്ടിലായിരിക്കും മല്ലുപുളിൻ്റെ. ഇവിടുന്ന് ടോപ്പിലോട്ടൊരു ബ്രിഡ്ജ് സെറ്റ് ചെയ്യണമെന്നുണ്ട്. ആൻഡ് നമ്മളെ ഈ ഐലൻഡ് നമ്മളെ സെൻട്രൽ ഐലൻഡ്, ബാക്കി ഇങ്ങോട്ട് ഇപ്പുറത്തൊക്കെ ഡൈവേർജ് ആയിട്ട് ബ്രിഡ്ജ് സെറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിരുന്നു. അതാണ് വീഡിയോ ഇടാൻ നല്ല ലേറ്റ് ആവുന്നത്. ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഐ തിങ്ക് 6-ാം തീയതി ചെയ്യാൻ പറ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങളൊക്കെ പറ്റുമെന്നറിയില്ല.
കണ്ടോ 23 മണിക്കൂറായിട്ട് നമ്മൾ കളിച്ചിട്ടുള്ളൂ. ഒരാഴ്ചയായി സെർവർ ഓപ്പൺ ആയിട്ട്. നമ്മളെ ഫോൺ കിടന്നിട്ടും ഒരാഴ്ചയായി. കുയിലോട്ടൊക്കെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നമ്മളെ സ്പോണിലാണ്. ഇപ്പോൾ സ്പോണിൽ വെച്ചിട്ട് കാണാം. അപ്പം ഇതാണ് നമ്മുടെ സ്പോണ്. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് തോന്നുന്നതല്ല, ഇതെല്ലാം മുട്ടായി തെരുവുക്കുള്ള ബ്രിഡ്ജ്. അത് ഉറപ്പാണ്. അപ്പോൾ അവിടെ നമ്മൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ മുട്ടായി തെരുവ് ഉണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. നമുക്ക് നമ്മളെ ഷോപ്പ് വരുന്നത് സ്റ്റോൺ ഷോപ്പാണ്. അപ്പം അതിൻ്റെ ബിൽഡും കാര്യങ്ങളൊക്കെ ഡിസൈനൊക്കെ സെറ്റായിട്ടുണ്ട്. പതുക്കെ അത് നമുക്ക് കൊണ്ടുവരണം. ഐ തിങ്ക് ഒരു ഷോപ്പ് എങ്ങാണ്ട് അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. പ്ലോട്ട് കാര്യങ്ങളൊക്കെ കുറേ എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ സെയിലായി പോയിട്ടുണ്ട്. ഇത് നമ്മളെ മല്ലു ബ്ലേഡിൻ്റെ പ്ലോട്ട്. ആൻഡ് അത് ഐ തിങ്ക് ഡ്രോപ്പാണ്. ആർട്ടിഫിഷ്യൽ എന്താ പറയുക, കസ്റ്റം ട്രീ ചെയ്ത് വെച്ചത്. ഇത് ഡ്രോപ്പിൻ്റെത്. ആൻഡ് ഇത് ഐ തിങ്ക് നത്താൽ ഹാറ്റാണ് തോന്നുന്നു. ഓക്കെ, നത്താൽ ഹാറ്റിൻ്റെ ഷോപ്പാണ്. ഓൾസോ ഇത് ആരുടേതാണ്? ഇത് സൂപ്പർ ബോബ്. യെസ് അറിയാം. ഇത് ജംബുവിൻ്റെത്. ജംബു ആഫ്റ്റർ നെതർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഐ തിങ്ക് ചിലപ്പം നെതറൈറ്റ് ഷോപ്പായിരിക്കും. പറയാൻ പറ്റത്തില്ല. ആൻഡ് ഇതാരുടേതാ? എന്താ ഇത്? എനിക്ക് വായിക്കാൻ ഏതോ ഭാഷ തോന്നുന്നു. ആൻഡ് ഇവിടെയാണ് നമ്മളെ പൈസ വെച്ചേക്കുന്നത്. നമ്മളെ പ്ലോട്ടും കാർഡൊക്കെ വാങ്ങിയതിൻ്റെ പൈസ, അത് നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡിലേക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ആ പൈസ യൂസ് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും. ആൻഡ് പഞ്ചായത്ത് മെമ്പറിനും കൂലി കൊടുക്കും. ഓൾസോ ഇവിടെ നല്ല റേറ്റാണ്. നോൺ വെജ് സെക്കൻഡ് ഫ്ലോർ. നോൺ വെജ് അല്ല താഴത്തുള്ളത്. വാട്ട് ദ ഹെൽ? ഇത് വെജാടാ മണ്ട? ഇത് ആരുടെ ഷോപ്പോ? കില്ലാടിൻ്റെ ഷോപ്പോ? എടാ മണ്ട, വെജാടാ അത്. ആൻഡ് ഇതിൽ ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ്. 32 ക്യാരറ്റിന് ഒരു ഡയ. നോക്കിയേ. ഐ തിങ്ക് ഷായിസിൻ്റെ ഷോപ്പായിട്ട് തോന്നുന്നു, എനിക്കറിയില്ല. അവിടെ ജസ്റ്റ് ചെയ്തിട്ട് ഷായിസ് എന്നാണ്. ഷായിസേൻ്റെ ഷോപ്പാണ്. ആൻഡ് ഇവൻ എന്തിന് എത്ര റേറ്റ് വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ എത്രയാണ്? ഇവിടെ 32 എണ്ണത്തിന് ഒരു ഡയമണ്ട്, അവിടെ ഒരു സ്റ്റാക്കിന് ഒരു ഡയമണ്ട്. വാവ്, അതൊക്കെ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഇപ്പോൾ ഉള്ള പഞ്ചായത്ത് മെമ്പർ മല്ലു ബ്ലേഡാണ്. ആൻഡ് അറിയില്ല, ചിലപ്പം വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ പ്ലോട്ട് സെറ്റാക്കിയതെന്ന് അറിയില്ല. മല്ലു ബ്ലേഡ് ആണെന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെ ടോട്ടം ഷോപ്പ് ബൈ ഡെവിൾസ്. ഇവർ കഴിഞ്ഞ പ്രാവശ്യം ടോട്ടം ഷോപ്പ് വെച്ചിന്, പ്രാവശ്യം ടോട്ടം ഷോപ്പ്. ഈ പ്ലോട്ട് ആരും വാങ്ങിയിട്ടില്ല തോന്നുന്നു. അതാണ് ആ കാർവുഡ് പംകിൻ അവിടെ അങ്ങനെ നിൽക്കുന്നത്. ഓൾസോ ഇത് അഡ്മിൻ ഷോപ്പ്. ഓക്കെ, ഇത് ഇവിടെ ഇതിൻ്റെ കാരണം. ആൻഡ് ഇത് ആരോ ഡൊണേറ്റ് ചെയ്തതാണ്. ഓൾസോ ഇവിടെ വന്നിട്ട് ഇതാണ് നമ്മുടെ സെൻട്രൽ ഹാള്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് ഞാൻ, ഡ്രോപ്പ്, പിന്നെ മല്ലു ബ്ലേഡും കൂടിയിട്ടാണ്. ഇതിൻ്റെ റിസോഴ്സും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്തു. നമ്മുടെ ഡാർക്കോക്കൊക്കെ നമ്മളെ നത്താലാറ്റിൻ്റെ ടീംസും ബാക്കിയുള്ളതൊക്കെ എല്ലാവരും കൂടെ ഷെയർ ചെയ്തു. പിന്നെ ഓക്ക് കുറച്ച് ഞാൻ ഡൊണേറ്റ് ചെയ്തു. ഓക്കിന് നല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നത്താലാറ്റിനോട് ഓക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതാരിത്? ഇവൻ്റെ സൗണ്ടാണ് നേരത്തെ കിട്ടി. ഞാൻ പേടിച്ചു പോയി. ഓൾസോ ഇവിടെയാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോർ. ഇവിടെ എന്താ സെറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചില്ല. ആൻഡ് ടോപ്പ് ഫ്ലോറിലാണ് നമ്മുടെ ഡയമണ്ടും പിന്നെ ടാസ്കിൽ കിട്ടുന്ന ഗോൾഡും. ടാസ്കത്തെ ഗോൾഡ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അത് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്, കമ്മ്യൂണിറ്റീൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ഇവിടെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഫാൾഡാൻ പറ്റിയിട്ടില്ല. ആൻഡ് താഴത്തെ ഫ്ലോറിൽ മിക്കവാറും നമ്മൾ ചർച്ച ചെയ്യുന്ന സ്ഥലമായിരിക്കും. അത് സെക്കൻഡ് ഫ്ലോറിലാക്കണോ അതോ താഴത്താക്കണോ എന്നൊരു ഫിക്സ് ചെയ്തില്ല. ആൻഡ് നമുക്ക് ഏത് പ്ലോട്ട് വാങ്ങണം എന്ന് തീരുമാനിക്കണം. ആൻഡ് ഇതിപ്പോൾ ഏതാ പ്ലോട്ട്? ഇതിപ്പോൾ പായ പ്ലോട്ടാണ്. ഈ പാത്ത് പായത് 4 ഭാഗത്തേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സെൻട്രൽ ഹാളായിട്ട്. ഓക്കെ, ഈ ഭാഗത്തെ ഏതൊരു പ്ലോട്ട് നമുക്ക് വാങ്ങണം. ഫസ്റ്റത്തെ പ്ലോട്ട് വാങ്ങാനാണ് എൻ്റെ താല്പര്യം. ബട്ട് സൈസ് നോക്കണം. 2 ഡയമണ്ട് ബ്ലോക്ക്. ഡയമണ്ടൊക്കെ നമുക്ക് സെറ്റായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിലും നമ്മളെ ലൈവിലും പിന്നെ ഇന്നലെ ഞാൻ കുറച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്തായിരുന്നു. അപ്പം അപ്പോഴൊക്കെ നമുക്ക് ഡയമണ്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുറവാണ്. ഞാൻ നല്ല ടൈം ഗ്രൈൻഡ് ചെയ്തിട്ടും
ഡയമണ്ട് കിട്ടിയത് കുറവാണ്. മിക്കവാറും നമ്മൾ അധികം ഒരു ലൈവായിരിക്കും വരിക. ഓക്കെ. ആൻഡ് ഇനിയിപ്പോൾ പഞ്ചായത്ത് മെമ്പറിൻ്റെ സെലക്ഷൻ നടത്തണം. ഇപ്പോൾ ഇന്നായിരിക്കും, നിങ്ങളിപ്പം ഈ വീഡിയോ എന്നാണ് കാണുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇന്നായിരിക്കും നമ്മൾ പഞ്ചായത്ത് മെമ്പർ സെലക്ഷൻ നടക്കുക. മിക്കവാറും കില്ലാടിക്കൂട്ടായിരിക്കും നമ്മൾ പഞ്ചായത്ത് മെമ്പർ. അപ്പോൾ കില്ലാടിക്കൂട്ടത്തിന് കുറച്ച് പണി വരുന്നതാണ്. കാരണം ഇവിടെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെയിലാവണതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളും പിന്നെ ഈ പാത്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവനാണ് നോക്കുക. അപ്പം ഗുഡ് ലക്ക് കില്ലാടിക്കൂട്ടം. അല്ലെങ്കിൽ വേറെ ആരാവുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും കില്ലാടിക്കൂട്ടത്തിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പോൾ ഇട്ടേക്കാണ്. ഇപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് പോൾ ഇട്ടേക്കാണ്. പെട്ടെന്ന് ആക്കേണ്ടിയിരുന്നു. അപ്പോൾ പോൾ ഇട്ടപ്പം അതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് കില്ലാടിക്കൂട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ആൻഡ് ഫ്രീ ക്യാം ഇട്ടിട്ട് ഒരു സംഗതി കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഒന്നും കൂടി ഞാൻ ബാക്കിലോട്ടാക്കട്ടെ. എന്താ ചെയ്തിന് ഞാൻ? ഓക്കെ. ഇപ്പോൾ ഫ്രെയിം കറക്റ്റായി. അപ്പോൾ നിങ്ങൾക്ക് സെർവറിൽ ജോയിൻ ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ഞാൻ പിന്നെ ചെയ്ത് വെച്ചേക്കാം. സ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഞാൻ ജോയിൻ ആക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അതായത് കം ടു സ്പോൺ. ഓക്കെ, ഞാൻ എന്നോടാണ് എഴുതി. അപ്പോൾ ബൈ ഫ്രം ചാർലി, അഡിയോസ് ആൻഡ് പീസ് ഔട്ട്. നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, പീസ് ഔട്ട്.